ഒരു കണക്കിന് ഇജ്ജ് തോറ്റ നന്നായി. ഇപ്പൊ ജയിക്കുകയാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ സൊറ പറഞ്ഞ് ഇവിടെ ഇരിക്കാൻ പറ്റുമോ? പഞ്ചായത്തിലെ മീറ്റിംഗ്, വാർഡിലെ പ്രശ്നങ്ങള്, അവരെ നോക്കി ഇവരെ നോക്കി, ഏതായാലും അതിന് കഴിച്ചില്ലായി. അതല്ലടാ, നമ്മൾ പ്രചരണത്തിന് എന്നപ്പോഴേ ഓരോ വീട്ടുകാരും നമ്മളോട് ചോദിച്ചിരുന്നതും പറഞ്ഞിരുന്നതും കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ. എത്രമാത്രം പ്രതീക്ഷകളാണല്ലേ ഒരു മെമ്പറെ കുറിച്ച് ജനങ്ങൾക്ക്. പിന്നെ ചിലര് കിണർ വേണമെന്ന് പറഞ്ഞവരുണ്ട്, ചിലർ ഇടവഴി റോഡ് ആക്കണമെന്ന് പറഞ്ഞവരുണ്ട്, ചിലവർ പറഞ്ഞാൽ എന്താണ് പൈസ എന്നാലും വോട്ട് ചെയ്യാന്ന് അങ്ങനെ പറഞ്ഞവരുണ്ട്. അങ്ങനെ കുറേ ചോദിച്ചിരുന്നേ. പക്ഷെ അതൊന്നും അല്ലാത്തൊരു കാര്യം ഒരു പാവപ്പ ചോദിച്ചിട്ടുണ്ട്. അത് ഓർമ്മ ഉണ്ട് എനിക്ക്. അതിപ്പോ എന്താ? എടാ, താഴെ വളവിലുള്ള വീട്ടിൽ നിന്ന് ചെറിയൊരു വീട്, അവിടെ ഒരു ഉപ്പ ഉണ്ടായിരുന്നല്ലോ, ഒരു വല്യപ്പ. മൂപ്പര് പറഞ്ഞത് ഓർമ്മ ഉണ്ടാ, ഈ ജയിക്കുകയാണെങ്കിൽ എൻ്റെ പേരക്കുട്ടിക്ക് ഒരു സൈക്കിള് വാങ്ങി കൊടുക്കണം. ആ കുട്ടി പേപ്പർ ഇട്ടിട്ടാണ് അത്ര ആ കുടുംബം കഴിയുന്നത്. അത് കഴിഞ്ഞിട്ട് ഏതോ ഹോട്ടലിലും പോകുന്നു. അതിന് പോയി വരാൻ സൗകര്യത്തിന് ഒരു സൈക്കിള് വാങ്ങിക്കൊടുക്കുമോ എന്ന് അപ്പ ചോദിച്ചത്. അതേതായാലും നന്നായി. ജയിച്ചാൽ വാങ്ങിക്കൊടുത്താൽ മതി എന്ന് പറഞ്ഞോണ്ട് അത് കൊടുക്കണ്ടല്ലോ. അതൊക്കെ ശരിയാണ്, ജയിച്ചാൽ വാങ്ങിക്കൊടുത്താൽ മതി എന്ന് നമ്മൾ പറഞ്ഞതുകൊണ്ട് വാങ്ങിക്കൊടുത്തില്ല, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതല്ലടാ, അവരൊക്കെ ഞാൻ ജയിക്കുമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് തന്നെയാണ് വോട്ട് ചെയ്തത് എന്നുണ്ടെങ്കിലോ, നമ്മളത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടേ നമ്മളെ എതിർ സ്ഥാനാർത്ഥിനോട് ഒരു ആ കാര്യം പറഞ്ഞിട്ട് പോലും ഉണ്ടാവും. ശരിയാണ്. ഞാൻ ഏതായാലും തോറ്റ് എന്ന് വിചാരിച്ചിട്ടേ ഇനി അവരെ പ്രതീക്ഷകൾ നഷ്ടപ്പെടാൻ പാടില്ല. വാ, ഇതെന്താ ഉദ്ദേശിക്കുന്നത്? വാ, ഒരു പണിയുണ്ട്. തെരഞ്ഞെടുപ്പിലെ തോൽവിയോടെ പലരും എല്ലാം അവസാനിപ്പിക്കുന്നു. പക്ഷേ ഒരു നല്ല പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം തോൽവിയോടെ ഇല്ലാതാകുന്നില്ല താൻ പറഞ്ഞ വാക്കും വാഗ്ദാനങ്ങളും.